ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ചെങ്ങമനാട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 15 വയസ്സുകാരൻ ജീവൻ ഒടുക്കിയതിന് പിന്നിൽ ഓൺലൈൻ ഗെയിമിന്റെ സ്വാധീനമാണ് എന്ന സംശയം. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രിയാണ് വീട്ടിലെ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വൈകിട്ട് സ്കൂളിൽ നിന്ന് ആസ് യൂഷ്വൽ വീട്ടിലെത്തി ഭക്ഷണം കഴിഞ്ഞ് മുറിയിലേക്ക് പോയ ശേഷമായിരുന്നു സംഭവം. വാതിൽ തുറക്കാതായതോടെ ചവിട്ടി തുറക്കുകയായിരുന്നു. മുറി തുറന്നപ്പോഴാണ് കുട്ടിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു. മഴക്കോട്ട് കൊണ്ട് ശരീരമാകെ മൂടി കൈയും കാലും ഒക്കെ കെട്ടി വായ് ടേപ്പ് കൊണ്ട് മൂടിയ നിലയിലായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഓൺലൈൻ ഗെയിമിലെ ടാസ്കിന്റെ ഭാഗമായാണ് കുട്ടി തൂങ്ങിയത് എന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നു. ഡെവിൾ എന്ന പേരിലുള്ള ഒരു ഗെയിം കുട്ടിയുടെ അമ്മയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്തിയതായാണ് വിവരം. ഈ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലോകത്ത് ആകമാനം 200 പേരുടെ മരണത്തിന് കാരണമായ ജീവനൊടുക്കുന്ന ഗെയിം എന്നറിയപ്പെട്ടിരുന്ന ബ്ലൂ വെയിൽ ഗെയിം നേരത്തെ കേരളത്തിലും നടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. 2017 ആ സംഭവം. കേരളത്തിൽ ഏകദേശം 2000-ഓളം പേർ ഈ ഗെയിം കളിക്കുന്നുണ്ട് എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് വിദ്യാർത്ഥികൾ ഗെയിം കളിച്ചു തുടങ്ങിയത്. ഒരു അഡ്മിനിസ്ട്രേറ്ററും കളിക്കുന്ന ആളുമാണ് ബ്ലൂ വെയിൽ ഗെയിമിൽ ഉണ്ടാവുക. സാഹസികവും ചെയ്യാൻ പേടിയുള്ളതുമായ പ്രവർത്തികളാണ് ഗെയിമിൽ പങ്കെടുക്കുന്നവർക്ക് ടാസ്കായി നൽകുന്നത്. 50 ദിവസത്തെ കാലയളവിലേക്കാണ് കഠിനമേറിയ ടാസ്കുകൾ നൽകുക. തുടക്കത്തിൽ ലളിതമായ ടാസ്കുകളായിരിക്കും, പിന്നീട് സ്വയം മുറിവേൽപ്പിക്കുന്നത് അടക്കമുള്ള ടാസ്കുകൾ നൽകി വരാറുള്ളതാണ് ഇവരുടെ പ്രവണത. ഈ അവസരത്തിൽ ഇപ്പോൾ ഈ കുഞ്ഞ് ഇതുപോലെ ആത്മഹത്യ ചെയ്ത വിഷയം കൂടി പുറത്തു വരുമ്പോൾ ആ കുട്ടിയുടെ അമ്മയുടെ ഫോണിൽ നിന്ന് ഡെവിൾ എന്ന ഒരു ഓൺലൈൻ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പല മാതാപിതാക്കൾക്കും ഇപ്പോൾ ആശങ്ക കൂടിയിട്ടുണ്ട്. ഫോണും കയ്യിൽ പിടിച്ച് മണിക്കൂറുകളോളം ഓൺലൈൻ ഗെയിം കളിക്കുന്ന മക്കളെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയില്ലേ എന്നവർ ചിന്തിക്കുന്നിടത്താണ് ഈ വീഡിയോയുടെ പ്രസക്തി. മക്കളെ രക്ഷപ്പെടുത്താൻ ഒരു വഴിയുണ്ട്. ഡോക്ടർ അരുൺ ബി നായർ, അദ്ദേഹം തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഓഫ് സൈക്യാട്രി ഡോക്ടറാണ്. അദ്ദേഹം പറയുന്നത് ഒന്ന് ക്ഷമയോടെ കേൾക്കുക. ഇത് കുട്ടിക്കളിയല്ല, ജീവിതം വെച്ചുള്ള കളിയാണ്. ഓൺലൈൻ ഗെയിം അടിമത്വവും ലഹരി പോലെയാണ്. പെട്ടുപോയാൽ കരകയറാൻ പാടുപെടും. അല്ലെങ്കിലും ഇതുപോലുള്ള വില്ലന്മാർക്ക് അടിമകളാകേണ്ടവരല്ല നമ്മുടെ കുട്ടികൾ. കുട്ടികളാണ് നാളെയുടെ ഹീറോസ്. ഓൺലൈൻ ഗെയിം ഇങ്ങനെയാണ്. ചടുലമായ നേരെ ഒന്ന് കാണും മുൻപ് മിന്നി മറയുന്ന ദൃശ്യങ്ങൾ. അവസാന നിമിഷം വരെ ഓടിയ ശേഷമേ ജയിച്ചോ തോറ്റോ എന്നറിയാൻ സാധിക്കും. തോറ്റവർ എന്ത് ചെയ്യും? ജയിക്കാൻ വീണ്ടും കളിക്കും. ജയിച്ചവർ വീണ്ടും ജയിക്കാൻ. അതായത് കുട്ടികളും ഗെയിമിനൊപ്പം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. പണം മുടക്കണ്ടാത്ത നിരുപദ്രവകാരികളായ ഗെയിമുകളുമുണ്ട്. അവ കുട്ടികളുടെ മസ്തിഷ്കത്തിന്റെ ശേഷി വികസിപ്പിക്കും. വീടുണ്ടാക്കുക, ഫാം ഉണ്ടാക്കുക തുടങ്ങിയ പണച്ചിലവില്ലാത്ത ഗെയിമുകൾ ഘട്ടം ഘട്ടമായി ചിട്ടയായി ഓരോ പ്രവർത്തികൾ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ആകും. കണ്ണുകളും കൈകളും തമ്മിലുള്ള ഏകോപനം വേഗത്തിലാക്കും. തോക്കും ബോംബും ഒക്കെ അക്രമ സ്വഭാവമുള്ള മിന്നി മറയുന്ന ദൃശ്യങ്ങൾ അപകടകാരികളാണ്. കുട്ടികളുടെ സ്വഭാവം തന്നെ അത് മാറ്റും. ഇന്ത്യയിൽ PUBG നിരോധിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഗെയിമിന് അടിമകളായാൽ അച്ഛനമ്മമാരുടെ പണമെടുത്ത് കളിക്കാനും മടിയുണ്ടാവില്ല. ഇത്തരം ഗെയിമുകൾക്ക് പിന്നെ തട്ടിപ്പുകാരുണ്ടാവും, ഹാക്കർമാരുണ്ടാകും. പിന്നീട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്ക് നേരിടേണ്ടി വരും. ഗെയിം കളിക്കുന്നത് ദിവസം 1 മണിക്കൂറിൽ കൂടരുത്. അതിൽ കൂടിയാൽ തലച്ചോറിന്റെ 2 വശങ്ങൾ തമ്മിലുള്ള ഏകോപനം കുറയും. ശ്രദ്ധക്കുറവ്, ഏകാഗ്രതയില്ലായ്മ, ഉറക്കമില്ലായ്മ, അമിത ദേഷ്യം, എടുത്തുചാട്ടം ഇതൊക്കെ ഉണ്ടാകും. ദിവസം 2 മണിക്കൂറിലേറെ ഗെയിം കളി പതിവായാലോ ഉറക്കക്കുറവ്, വിഷാദം, അമിത ഉത്കണ്ഠ, ഇതെല്ലാം. രാത്രി ഒരുപാട് നേരം ഗെയിം കാണുന്നു നിൽക്കുക, ഉറക്കം നഷ്ടപ്പെടും. കടുത്ത വിഷാദം ഉണ്ടാവും, ആത്മഹത്യാ പ്രവണതയും ഉണ്ടാവും. നന്നായി ഉറങ്ങിയില്ലെങ്കിൽ ആരോഗ്യം പിടങ്ങും. ഗെയിമിന് അടിമയായി പോയെങ്കിൽ പരിഭ്രമിക്കേണ്ട. വൈകിട്ടില്ല, ഉടൻ തന്നെ സ്വയം തിരുത്തുക. ഗെയിം കളിക്കുന്ന സമയം ഒന്ന് കുറയ്ക്കുക, അലാം വയ്ക്കുക, ഇന്ന് തന്നെ തുടങ്ങുക. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ മുതിർന്നവരുടെ സഹായത്തോടെ മാനസികാരോഗ്യ വിദഗ്ധനെ സമീപിക്കാനും മടിക്കരുത്. ഇത് നമ്മുടെ ജീവിതമാണ്. ഗെയിമിന് തട്ടിക്കളിക്കാൻ കൊടുക്കരുത്. തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവാണ് നമ്മുടെ സന്തോഷം കൂട്ടുന്നതും കുറയ്ക്കുന്നതും. പാട്ട് കേൾക്കുമ്പോൾ, നല്ല രുചിയുള്ള ആഹാരം കഴിക്കുമ്പോൾ, വ്യായാമം ചെയ്യുമ്പോൾ ഒക്കെ നമ്മുടെ ഡോപ്പമിൻ കൂടും. സന്തോഷവും പതിയെ കൂടി ഏറ്റവും ഉയർന്ന അളവിലെത്തി പിന്നെ പതിയെ കുറയും. എന്നാൽ ഓൺലൈൻ ഗെയിം കളിക്കുമ്പോൾ പെട്ടെന്ന് ഡോപ്പമിൻ കൂടും, അതുപോലെ കുറയും. സന്തോഷവും അങ്ങനെ തന്നെ ടപ്പേന്ന് കൂടും, ഡിമ്മെന്ന് താഴും. ഗെയിം കളിക്കാതെ ഇരുന്നാലോ ഡോപ്പമിൻ വളരെ കുറയും. മനസ്സിന് അസ്വസ്ഥത, വെപ്രാളം, സങ്കടം എല്ലാം വെറുതെ ഉണ്ടാകും. മനസ്സ് കൈവിട്ടു പോകുമെന്ന് ചുരുക്കം. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് കൈവിട്ടു പോകാൻ അനുവദിക്കാതിരിക്കുക. ഗെയിമിന് അടിമപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയുന്നത് പോലെയൊക്കെ ചെയ്യുക. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതം ഏറ്റവും ഫലപ്രദമായി സക്സസ്ഫുള്ളായി ജീവിച്ച് തീർക്കാൻ കഴിയുന്നതിലാണ് ജീവിതത്തിൻ്റെ മനോഹാരിത ഇരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.